നാട്ടിൽ നിന്ന് ഒമാനിലെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു 7:45 കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ശേഷം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നീട്ടി വെച്ചിട്ടുണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഒമാൻ ഐ ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒമാൻ ഐ ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും മോനും കൂടിയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ഒമാൻ ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അവിടെ ചെന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അപ്പോഴത്തെ തന്നെ സിഗ്നേച്ചറും ഫോട്ടോസും പ്രിൻറ്റും തമ്പും എല്ലാം ചെയ്ത ശേഷം നമുക്കപ്പോൾ തന്നെ ഒമാൻ ഐ ഡി നമ്മുടെ കൈകളിൽ കിട്ടി കേട്ടോ. നമുക്ക് നാട്ടിലത്തെ പോലെ തന്നെ 1 മാസം 2 മാസമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ അങ്ങനെ ഇല്ല, നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാനായിട്ടാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാനോ ഉണ്ടാക്കാനോ ഉള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് മേടിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളും നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോൾ ചെന്നിട്ട് റൂമിൽ നിന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ഉഷാർ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കൈയോടെ ഫുഡ് മേടിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും രാവിലെ പുറത്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസത്തിനിടയ്ക്ക് ആയിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട്. ഇതുവരെയും ഒരു രാവിലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എപ്പോഴും ഇറങ്ങുന്നത് ഒരു 5:30-6 മണി ഒരു ടൈമിലാണ്. അപ്പം അത്യാവശ്യം നമുക്ക് അന്തരീക്ഷത്തിലൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും വെയിലുണ്ടാവാറില്ല. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ രാവിലത്തെ വെയിലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഒരു ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന വെയിലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു വെയിലും അങ്ങനത്തെ ഒരു ചൂടുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആ ഒരു ചൂടും ക്ലൈമറ്റായിട്ടൊന്ന് സെറ്റായി വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് അത് അങ്ങോട്ട് സെറ്റായി പോയത് കൊണ്ട് കുഴപ്പമില്ല. എനിക്കൊക്കെ അത് പെട്ടെന്ന് വെയിൽ കൊണ്ടപ്പോൾ നല്ല പൊള്ളലുണ്ടായിരുന്നു കേട്ടോ. അത്ര വെയിലാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുക. അങ്ങനെ റൂമിലെത്തി ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ദോശയും നല്ല സാമ്പാറും ചമ്മന്തിയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തട്ടിൽ കുട്ടി ദോശ എന്ന് പറയുന്ന സൈസിലുള്ള ചെറിയ ചെറിയ ദോശകളായിരുന്നു. അങ്ങനെ ഞാനും മോനും ദോശയും സാമ്പാറൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ കൂടെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മുടെ